ATM കാർഡുള്ള എല്ലാവരും അറിയാൻ വേണ്ടി ഒരു അടിപൊളി വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ ഒരു ATM ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പൈസ എടുക്കുന്ന സമയത്ത് ഇനി മുതൽ ഇന്ത്യ വൺ എന്ന് പറയുന്ന ആ ഒരു ATM-ൽ പോയി പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് കേട്ടോ. കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, ഇത് പുതിയ അറിവൊന്നുമല്ല, എങ്കിലും എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് വിഡ്രോ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ 100% ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതായത് നമ്മളെല്ലാവരും ATM-ൽ നിന്ന് പൈസ എടുക്കാറുണ്ട്. നമ്മളുടെ അതായത് ബാങ്കിന്റെ ATM-ൽ നിന്നായിരിക്കും കൂടുതൽ ആൾക്കാർ പൈസ എടുക്കുന്നത്, കാരണം നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ പോകാതിരിക്കാൻ. അതായത് നമ്മൾക്ക് ഒരു മാസത്തിൽ 3 പ്രാവശ്യം എന്തായാലും ട്രാൻസാക്ഷൻ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പൈസ എടുക്കുന്ന സമയത്ത് ഇന്ത്യ വൺ എന്ന് പറഞ്ഞ ആ ഒരു ATM-ൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തുക നമ്മളുടെ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. ആദ്യം നമ്മളുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്ത് ഇവിടെ ഇന്ത്യ വൺ എന്ന് സെർച്ച് ചെയ്യണം. അതായത് INDA വൺ എന്ന് നമ്മൾ എഴുതാതെ ആ ഒരു അക്കത്തിൽ തന്നെ എഴുതുക, ഇന്ത്യ വൺ എന്ന്. ഓക്കെ, എഴുതി ഇനി നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് വന്ന് ഇന്ത്യ വൺ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റും കാണാം, digitalweb.india1.co.in എന്നുള്ള ഈ ഒരു സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ കാണിക്കും. നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കട്ടോ. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ഒരു ഇവിടുത്തെ ഒരു കോളം ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിക്വസ്റ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈഡ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. നമ്മളുടെ പോയിന്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ എനിക്ക് മുകളിൽ കാണാം ടോട്ടൽ ഏൺഡ് 320 പോയിന്റ് ആണ് എനിക്ക് ആകെ ലഭിച്ചിട്ടുള്ള. അത് തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കും റീഡീംഡ് പോയിന്റ് 105 രൂപ എനിക്ക് ഇതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കാര്യം നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് പൈസ എൻ്റെ മിസ്സായിപ്പോയി, അതായത് എക്സ്പയർ ആയിപ്പോയി. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം 26 പോയിന്റ് ഇപ്പം നമുക്കുണ്ടെന്ന് അല്ലേ. അതിന് തൊട്ട് താഴെ കാണാം റെഡീം പോയിന്റ് നൗ. ആ റെഡീം നൗ പോയിന്റ് എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പൈസ വിഡ്രോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ മിനിമം 15 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ റെഡീം പോയിന്റ് നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 ഓപ്ഷനുകളാണ് ചോദിക്കുന്നത്, മൊബൈൽ റീചാർജ് ഉണ്ട്, ക്യാഷ് ബാക്ക് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ക്യാഷ് ബാക്ക് ആണ് എടുക്കുന്നത്. ക്യാഷ് ബാക്ക് ക്ലിക്ക് ചെയ്തു. താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ UPI എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. IFSCയും നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറ്റും. ഞാൻ ഇപ്പോൾ UPI ID വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ UPI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ നമ്മൾക്കൊരു കാണാൻ സാധിക്കും നമ്മൾക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത്. നമ്മളുടെ എൻ്റെ ആകെ 26 പോയിന്റ് ആണ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 26 രൂപ ഞാൻ വിഡ്രോ ചെയ്യാൻ പോകണം. ഓക്കെ, ആ ഒരു സ്ലൈഡ് ചെയ്ത് 26 എന്നുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് താഴെ കാണാൻ സാധിക്കും 26. അതുപോലെ തന്നെ ഞാൻ ഇതിന് വിഡ്രോ ചെയ്തുകൊണ്ട് നേരത്തെ വിഡ്രോ ചെയ്തിട്ടായതുകൊണ്ട് എൻ്റെ UPI ID ഇവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക, UPI ID കോപ്പി ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു UPI ID ഇങ്ങനെ വരികയും താഴെ റെഡി നമ്പർ ഭാഗം ക്ലിക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കണ്ടോ UPI ട്രാൻസ്ഫർ സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും ചെയ്യുന്നവർ കാണാം. സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കുകയും ഇവിടെ 0 ആയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പോയിന്റ് 0 ആയിട്ടുണ്ട്. നമ്മളുടെ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. സംശയം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ 100K ഒക്കെ അടിച്ച ഏകദേശം 1,00,000 പേരൊക്കെ കണ്ടൊരു വീഡിയോ ആണ്. അതിൽ പോയി അത് പോയി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര രൂപയൊക്കെ ഇതിനു മുമ്പ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. നമ്മുടെ SBIയുടെ ആണ് ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആ ഒരു അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കണ്ട ഗൈസ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 16 ജൂലൈ 24 26 എൻ്റെ ഒരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിൽ 0 ബാലൻസ് ആണ് കാണിക്കുന്നത്. അത് കാരണം നമ്മളുടെ ATM-ൽ പൈസ പിടിക്കുന്നതായിട്ട് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവിടെ 0 കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 26 ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നമ്മൾ വിഡ്രോ ചെയ്ത ആ ഒരു 26 ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്.